ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് പച്ചക്കറിത്തോട്ടം കാണിച്ചു തരാനും അതിൽ മഴക്കാലത്ത് വന്നിരിക്കുന്ന രോഗങ്ങളും കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഇത് തന്നെ വഴുതിനി തൈന് ആദ്യം തന്നെ കാണിക്കുന്നത്. ഞാനിത് വാങ്ങി വെച്ച വഴുതിനി തൈകളാണ്. 10 രൂപയ്ക്ക് 3 തൈയായിട്ടാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, 3 വെള്ള വഴുതിനി 3 വയലറ്റ് വഴുതിനിയും വാങ്ങി വെച്ചു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മഴ വന്നോടുകൂടി ആകെ പുഴു വന്ന് പൂക്കളും ഇലകളും ഒക്കെ ആകെ നശിപ്പിച്ചു. ഞാനിത് കണ്ടപ്പോൾ തന്നെ ആര്യവേപ്പിൻ്റെ എണ്ണയും സോപ്പ് ലായനിയും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു ഒരു 4-5 ദിവസം. എന്നിട്ടും അത് ഉഷാറായിട്ടൊന്നുമില്ല. ഇപ്പോഴും അത് അതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് ആകെ നശിച്ച പോലെയായി. നല്ല ഉഷാറായി വന്നതായിരുന്നു. ഇത് ടെറസിൻ്റെ മേലിന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയാൽ ചുവന്ന വെണ്ടീനിത്, നല്ല നീളവും വലിപ്പമൊക്കെ ആയിട്ടുള്ള നല്ല വെണ്ടീനിത്. ഇതിലും ഒരുപാട് പൂക്കളൊക്കെ വന്ന് നല്ല അടിപൊളിയായി വളർന്നു വന്നതായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ മഴ വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. വഴുതിനിയൊക്കെ കണ്ട നല്ല നീളമുണ്ട്, വെള്ള വഴുതിനിയൊക്കെ. ഇത് ചുവന്ന വെണ്ടയും വെള്ള വെണ്ടയുണ്ട്. ഇതിലൊക്കെ നിറയെ പൂക്കൾ വരുന്നുണ്ട്. മഴ വന്ന് കഴിയുമ്പോൾ ഈ പൂവും കായൊക്കെ നല്ല ശക്തിയുള്ള മഴ വരുമ്പോഴേയൊക്കെ കൊഴിഞ്ഞു പോണ്. പിന്നെ ഈ പുഴുക്കേടും ഞാൻ എന്നും വന്ന് മരുന്നൊക്കെ അടിച്ചു കൊടുക്കണമൊക്കെ. രാസവസ്തുക്കളൊന്നും ഞാൻ പിന്നെ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല. നമ്മൾ വീട്ടിലത്തെ ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പച്ചക്കറികളല്ലേ, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ വളമായാലും ജൈവവളങ്ങൾ, ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. ഇത് തന്നെ മുന്തിരി മുളക് എന്ന് പറയുന്ന ഒരു മുളകാണ്. നിറയെ മുളകുണ്ടായി, മഴ വന്നപ്പോൾ ഒക്കെ പോയി. ഇത് കപ്സിക്കാണ് കേട്ടോ. കപ്സിക്കത്തിൻ്റെ അതേ കൂമ്പൊക്കെ ഇപ്പോൾ കുരുടിക്കിന്. ഇതിപ്പോൾ മഴ വന്നപ്പോൾ ഇത് അതിന് പുതിയതായി വരുന്ന ഇലകളൊക്കെ കുരുടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളി നട്ടിട്ടുണ്ട്. തക്കാളി പൂവും കായൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നല്ല മഴയായി. അപ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ ഇത് നമ്മൾ എണ്ണപ്പാട്ടയിലാണ് ഇതൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ മണ്ണ് കുറവാണ്, കരിയിലയും ചാണകപ്പൊടിയാണ് അധികം. പിന്നെ മണ്ണ് കുറവുള്ളൂ. ടെറസിൻ്റെ മേലേക്ക് കയറ്റാൻ അല്ലെങ്കിൽ ഭാരം കൊണ്ട് നമുക്കിത് കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഭാരം കുറയ്ക്കുന്ന ഇതുകൾ മാത്രമേ നമ്മൾ ഈ പാട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കരിയില ഒരു അരഭാഗം നിറച്ച്, പിന്നെ ചാണകപ്പൊടിയും മണ്ണും ഇത് ഇട്ടിട്ടാണ് നമ്മൾ ഇതല്ലാതെ നട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഉഷാറായി വന്നതായിരുന്നു. പക്ഷേ മഴ നമ്മളിപ്പോൾ ചതിച്ചു. എല്ലാതും കേടും പുഴുവൊക്കെ ആയിട്ട് ഇതാണ് ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ, എൻ്റെ പച്ചക്കറികളൊക്കെ. ഇനിയിപ്പോൾ വെയിൽ വന്നാൽ ശരിയാവുമെന്ന് വിചാരിക്കുക. വെണ്ടയിലൊക്കെ കുറേ പൂവൊക്കെ വരുന്നുണ്ട് ഇപ്പോഴേ. നമ്മൾ ഒരു വഴുതിനിങ്ങ, ഒരു വെണ്ടയ്ക്ക, 2 തക്കാളിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു സാമ്പാറൊക്കെ ആയല്ല ഉണ്ടാക്കാനായിട്ട്. അധികമൊന്നും വേണ്ട നമുക്ക്. അല്ലെങ്കിൽ 2 വഴുതിനിങ്ങ ഉണ്ടെങ്കിൽ ഒരു മെഴുക്ക് വരട്ടിയായി. ഇത് തന്നെയാണ് ഞാൻ കുരു മുളപ്പിച്ചുണ്ടാക്കി എൻ്റെ സപ്പോർട്ടിന് കേട്ടാ. ഇതും ടെറസിൻ്റെ മേലെ ചട്ടിയിലെന്നീന് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞ സപ്പോർട്ടിനിത്. 5 വർഷമാകുമ്പോൾ കാക്കിന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇതിൽ പൂവും കായൊന്നും വന്നിട്ടില്ല. കുരു മുളപ്പിച്ചുണ്ടാക്കിയതാണ് ഇത്. ഞാൻ ബഡ് ചെയ്തതോ ലെയർ ചെയ്തതോ ഒന്നല്ല. സപ്പോട്ട വാങ്ങിയപ്പോൾ കുരുവിട്ട് മുളപ്പിച്ച് നട്ട് വളർത്തി ഉണ്ടാക്കിയ സപ്പോട്ടയുടെ തയ്യനിത്. ഇതിൻ്റെ കടയ്ക്കൊക്കെ നല്ല വണ്ണുണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ കാക്കാറായിട്ടുണ്ട്. ഇത് മുന്തിരി. ഇതുകൊണ്ട് ടെറസിൻ്റെ മേലെ ഇനി മുന്തിരി നട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ മുന്തിരി മഴ വരുന്നതിന് മുന്നായിട്ട് ഫുള്ള് കൊമ്പുകളൊക്കെ വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഒരുപാട് പടർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞ് പ്രൂൺ ചെയ്ത് നിർത്തി. ഇപ്പം തളിര ഇലകളൊക്കെ വന്ന് തുടങ്ങണമല്ലോ മുന്തിരിയിൽ. അപ്പോൾ തളിരില വന്ന് ഇനി പൂക്കളൊക്കെ വരും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കണ്ട തളിരില. ഇത് പിന്നെ വെള്ളമുളകാണ് കേട്ടോ. വെള്ളമുളക് തന്നെയാണ്. മുളകൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ള കടലാസ് മുളക് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് ഈ ഒരു മുളകും തൈ വെച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാതും എണ്ണപ്പാട്ടയിലാണ് എൻ്റെ കൃഷികളൊക്കെ. ഇത് സുന്ദരിച്ചീര. സുന്ദരിച്ചീര കാണാൻ നല്ല ഭംഗിന്,
പക്ഷേ ഒരു വട്ടം ഞാൻ കറി വെച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. നമ്മുടെ മറ്റേ സാധാ പച്ചച്ചീരയുടെ ടേസ്റ്റൊന്നും സുന്ദരി ചീരയ്ക്കില്ല. സുന്ദരി ചീര കാണാൻ ചന്തണ്ടെങ്കിലും കുറച്ച് ടേസ്റ്റ് കുറവാണ്. പച്ചച്ചീരന് നല്ലത്, ടേസ്റ്റ് കൂടുതൽ. കണ്ട അതിൻ്റെ തണ്ടൊക്കെ എന്താ ഭംഗി, നല്ല റോസ് കളറാണ് ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയിൽ നിൽക്കണ് കാണാനായിട്ട് സുന്ദരി ചീര. ഇതാണ് നമ്മുടെ പച്ചച്ചീര. ഇതൊക്കെ ഉണ്ടല്ല, നമുക്ക് 2-3 തൈകളുണ്ടെന്ന് വെച്ചാൽ എത്ര വട്ടം നമുക്ക് അരിഞ്ഞ് തോരനുണ്ടാക്കാമെന്നാണ്. ഇത് ഒരുപാട് തവണ ഞാൻ അരിഞ്ഞെടുത്ത ചീരര കടകളിൽ നീ നിൽക്കുന്നത്. ഇത് ബട്ടർ ചില്ലി, നെയ്മുളക് എന്നറിയും നമ്മൾ. അതാണ് ഈ നട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലും കുറേ പൂക്കളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. മഴ കാരനെല്ലാം കൊഴിഞ്ഞു പോണു, മുളക് പിടിക്കുന്നില്ല. കണ്ട 2 തൈ ഒരു ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നെയ്മുളക്, ബട്ടർ ചില്ലി. ഇത് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നത് കൊടൈക്കനാലിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇത് ഈ നെയ്മുളക് അവിടെ ഇനി കണ്ടത്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നട്ടുണ്ടാക്കിയതാണ്. ഇത് പിന്നെ എൻ്റെ കരിമ്പാണ്. ഏകാദശിക്ക് കരിമ്പ് വാങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ കട ഒരു ചെടിച്ചട്ടിയിൽ നട്ട് പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതേ ഇപ്പോൾ ഇതിൽ നിറയെ കരിമ്പ് വന്നിട്ടുണ്ട്. കണ്ട ചട്ടിയിൽ കരിമ്പ്, നീലക്കരിമ്പ്. നല്ല മധുരം ഉണ്ടായിരുന്നു ഇത് അന്ന് നമ്മൾ കഴിച്ചപ്പോൾ. അപ്പം ഞാൻ അതിൻ്റെ കട നട്ട് നോക്കിയതാണ്. അങ്ങനെ അത് കരിമ്പ് പിടിച്ച് ഇതുപോലെയായി. ഇപ്പം നമ്മുടെ ചെടിച്ചട്ടി നിറയെ കരിമ്പ് വന്നു. ഇനി അടുത്ത ഏകാദശി വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ കരിമ്പുണ്ടാവും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് ടെറസിൻ്റെ മേലെ തന്നെ ചെടിച്ചട്ടിയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു തോട്ടമാണ് ടെറസിൻ്റെ മേലെ. ഇത് ചെറുനാരക തൈയിന് ഇത് ഒരു 5 വർഷമായതാണ്. ഇത് ഒരു 3 കായ വിരിഞ്ഞു ഇതിൽ. പിന്നെ ഇത് പൂവും കായും വരാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മഴയ്ക്ക് മുന്നായിട്ട് ഒക്കെ പ്രൂൺ ചെയ്ത് വെട്ടി ഒതുക്കി നന്നായി. വലിയ മരം പോലെ സൂര്യപ്രകാശമൊന്നും ഇതിൻ്റെ കടയിലൊന്നും തട്ടാത്ത പോലെ നിന്നിരുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറേ കൊമ്പുകൾ വെട്ടി ഒതുക്കി. ഇത് പച്ചച്ചീര തന്നെയാണ്. ഇതൊക്കെ നുള്ളി എടുത്ത് ഇപ്പോൾ തന്നെയാണ് മഴ വന്നപ്പോൾ ഇതിലൊക്കെ പുഴു വന്നു തുടങ്ങി. ചെറുനാരകത്തിൻ്റെ കട നോക്കിയൊന്ന് വണ്ണം, നല്ല വണ്ണമുണ്ട് ഇതിൻ്റെ കടയ്ക്ക്. പക്ഷേ ഇതിൽ കായ കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കടയിലേക്കൊക്കെ ഒന്ന് സൂര്യപ്രകാശമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇല തിങ്ങി നിൽക്കായിരുന്നു കൊമ്പും. അപ്പോൾ അത് മുഴുവൻ വെട്ടിക്കളഞ്ഞ് ഇതുപോലെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വട്ടം നോക്കാം നമുക്ക് ഇതിൽ പൂവ് വരുമെന്ന്. അപ്പോൾ ഇതൊക്കെ ഇനി എൻ്റെ കുഞ്ഞ് കൃഷിത്തോട്ടം, ടെറസിൻ്റെ മേലത്തെ കൃഷികളാണ് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നതൊക്കെ. പിന്നെ ഇത് മാതള നാരകം ഞാൻ മുന്നേ കാണിച്ചതാണ്. മാതള നാരത്തുമ്മ കുറേ ഇത് കായ വന്നതായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ബഹളം. മേലെ നോക്കുമ്പോൾ ഒരു കുരങ്ങ് വന്നിരുന്നിട്ടുണ്ട്. ഇതിൻ്റെ വലിയ മാതള നാരകത്തിൻ്റെ കായൊക്കെ പൊട്ടിച്ച് തൊണ്ട് പൊളിച്ച് തിന്ന് തൊണ്ട് മാത്രം അവിടെ ഇട്ട് പോയിരിക്കുന്നു കുരങ്ങൻ. അത് എവിടെ നിന്ന് വന്നതാണ് ഇതൊക്കെ പൊട്ടിച്ച് തിന്നാനായിട്ട്. അങ്ങനെ കുറേ മാതള നാരങ്ങയൊക്കെ കുരങ്ങൻ തിന്നു. ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഇതുമല്ലുള്ള വലുതാവാൻ സമ്മതിക്കുന്നില്ല കുരങ്ങൻ. ഒരിത്തിരി വലുതായി വരുമ്പോഴേക്കും അത് പഴുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും കുരങ്ങൻ കയറി വന്ന് ഒക്കെ പൊട്ടിച്ച് തിന്നാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞ് പച്ചക്കറി തോട്ടവും ഫ്രൂട്ട്സിൻ്റെ തോട്ടമൊക്കെ എല്ലാവരും കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.